ഇത് ബ്രോഡ്വേയിൽ നല്ല തിരക്കാണ്. ക്രിസ്മസ് കച്ചവടവും ഒരു ഭാഗത്ത് പൊടിപൊടിക്കുന്നുണ്ട്. നമുക്ക് കാണാം ഇവിടെ ഈ ക്രിസ്മസ് പാപ്പയുടെ മുഖംമൂടിയും അതോടൊപ്പം തന്നെ തൊപ്പിയൊക്കെ ആയിട്ട് വടിയൊക്കെ ആയിട്ട് ഇപ്പോഴും വിൽപ്പന തുടരുന്നുണ്ട്. അവർ ചേട്ടത് ലേറ്റായി പോയോ? ലേറ്റായി പോയി. ഒന്നും പറഞ്ഞ ഓഫീസ് കഴിഞ്ഞ് പറഞ്ഞല്ലേ അവസാന പർച്ചേസിംഗ്. അതെ 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 മേടിച്ച് മക്കൾക്ക് ദിവസം പറയുന്നില്ലേ ഇത് വരുന്നുണ്ട്. പക്ഷേ ഓരോ തിരക്കാണ്ട് ഇങ്ങനെ കണ്ടു പോണേന്നല്ല. അവസാന നിമിഷമാണ് ആളുകൾ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. വീട്ടിൽ മക്കളിങ്ങനെ ദിവസവും ആവശ്യപ്പെടുന്നുണ്ടാവും. പക്ഷേ അച്ഛനമ്മമാർക്കൊക്കെ തിരക്കായതുകൊണ്ട് വാങ്ങാൻ സമയം ഉണ്ടാവില്ല. എന്തായാലും അവസാന നിമിഷം അത് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് അതിനിടയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകാം. ഈ കൊച്ചിയിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റീൽസ് ഇറങ്ങിയൊരു സ്ഥലമുണ്ട്. മേത്ത് മാർക്കറ്റാണ്. ക്രിസ്മസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവശ്യ വസ്തുക്കളും കിട്ടുന്ന സ്ഥലമാണ്. അവിടെ വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. അതൊരു സ്റ്റാമ്പേഡ് ഉണ്ടാകുമെന്ന് പോലും ഞാൻ ഒരു ദിവസം വന്ന് ഈ ഇതൊക്കെ വാങ്ങാനായിട്ട് പുൽക്കൂടും ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ വന്നിരുന്നു. വന്ന് പേടിച്ചു പോയി. കാരണം അത്രയ്ക്ക് വലിയ തിരക്കായിരുന്നു. പക്ഷേ ഗംഭീരമാണ്. റീൽസൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുണ്ട് മേത്തർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ ഈ ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ മേത്തർ മാർക്കറ്റ്, ബ്രോഡ്വേയിലെ മേത്തർ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം. ഓരോ ആളുകൾ ഇങ്ങനെ പരക്കം പായുന്നുണ്ട് ക്രിസ്മസിൻ്റെ അവസാന വട്ട പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഉണ്ണിയേശുവിൻ്റെ ആ തിരുപ്പിറവിയുടെ ആഘോഷത്തിനായിട്ട്. എല്ലാവരും പാതിര കുർബാനയ്ക്കൊക്കെ പള്ളികൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി വീടുകളിൽ പോയി പർച്ചേസൊക്കെ തീർത്ത് ഇങ്ങോട്ടേക്ക് പോകണം, പള്ളികളിലേക്ക് പോകണം. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നമുക്ക് മേത്തർ മാർക്കറ്റിലേക്ക് പോകാനിടയ്ക്ക് ഈ കച്ചവടക്കാരുമായിട്ടൊക്കെ സംസാരിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോഴും അവിടെ കച്ചവടമൊക്കെ പൊടിപിടിക്കുകയാണ്. എന്തോ ലേറ്റായി പോയോ ഇതൊക്കെ വാങ്ങാൻ? മേടിക്കണില്ല, വെറുതെ വന്ന കാണാൻ വന്നതാ. കാണാനും വന്നു. എങ്ങനെയൊക്കെ ഉണ്ട് കച്ചവടം? ഞാൻ ഒന്ന് ഒരുങ്ങോട്ടെ. സാറേ, കച്ചവടം വളരെ മോശമാണ്. ആരും ക്രിസ്മസ് ആഘോഷിക്കുന്നില്ലെന്ന് അറിയുന്നില്ല. എന്നാലും തന്നെ ഒരുവിധം നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ സെപ്പറേറ്റ് സാധനങ്ങളെല്ലാം ചെയ്തു വയ്ക്കുന്നുണ്ട്. തിരക്ക് കുറവാണ്, ആരുമില്ല. കളർഫുള്ളായിട്ട് അവസാന മണിക്കൂറല്ലേ ഇനി തിരക്കുണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അത്താഴപ്പട്ടിണിക്കാരും മറ്റുള്ളവരെല്ലാം ഇനി വരുന്ന സമയമാണിത്. തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ആരും സാധനം മേടിച്ചില്ല. മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമാണ് വന്നു കയറിയിട്ടുള്ളത്. സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടൊക്കെ പാടിയല്ലോ. പാട്ടൊക്കെ പാടാം, പക്ഷേ ഇപ്പം എൻ്റെ സ്വരത്തിന് പാട്ട് പാടാൻ ഉണ്ടാവാം. കച്ചവടം പോവും, പ്രശ്നമാവും. പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. രാത്രി ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കടയ്ക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലുമൊക്കെ വരട്ടെ. അങ്ങോട്ട് പോയി ആൾക്കാരെ മാലയും മറ്റുള്ള എല്ലാം പോവാതെ ഇവിടെ വന്ന ആൾക്കാർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയേ പറയുന്നുള്ളൂ, ദ്രോഹിക്കാനല്ല. നല്ല രീതിയിലുള്ള സാധനങ്ങൾ, ക്വാളിറ്റിയുള്ള ഐറ്റംസ് സാധനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടോ, അമ്മമ്മയുടെ കടയിൽ മേടിച്ചോട്ടോ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. 10-35 വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്. കാലാകാലമുള്ള സീസൺ അനുസരിച്ചുള്ള കച്ചവടമാണ്. ജനങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ എനിക്കും 10 രൂപ കിട്ടത്ത രീതിയിലാണ് വിൽക്കുന്നത്. ആർക്കും പരാതിയും ഉണ്ടാവില്ല. എല്ലാ കൊല്ലവും ഇവിടെ ഇരിക്കുന്നതാണ്. എല്ലാവരും വന്ന് മേടിച്ചോട്ടോ. അല്ലാത്ത സമയം ടേബിൾ ഷീറ്റാണ് വിൽക്കുന്നത്. എനർജറ്റിക് ആണ്, വളരെ വൈബാണ്. ഓരോ സമയത്ത് ഓരോ കച്ചവടമാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. നമുക്കൊന്നും കൂടെ ചോദിക്കാം. ചേട്ടാ, അപ്പോൾ 8 മണി കഴിഞ്ഞാണ് ആഘോഷം നിങ്ങളെ തുടങ്ങാൻ പോകുന്നില്ലേ? അല്ല സാറേ, ഞങ്ങൾ 1-2 മണിക്കൂർ മണിവരെ ഞങ്ങളിവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കാര്യം ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആ സമയം വരെ ഞങ്ങളിവിടെ ഷോപ്പുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഗോഡൗൺ ഇവിടെ ഉണ്ട്. അതിനകത്ത് സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് മാത്രം. തീർച്ചയായിട്ടും നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞ് തീർക്കുന്നതല്ല. ഇവിടെ 10-30 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഈ അമ്മ ഇവിടെ തന്നെ ഉള്ളതാണ്. ഞാനിവിടെ വന്ന് ഞാനിവിടെ ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ക്രിസ്മസ് അല്ലേ? ഓക്കെ, വെക്കാം, കുഴപ്പമില്ല. ഞാൻ നേവിയിലൊരു ഓഫീസറാണ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. തീർച്ചയായിട്ടും ഉണ്ടാവണം. അമ്മേ, ഹാപ്പി ക്രിസ്മസ്. സെയിം ടു യു. ഹാപ്പി ക്രിസ്മസ്. മക്കളും ഭാര്യയും എല്ലാവരും സുഖമായിരിക്കട്ടെ. ഓക്കെ. മെയിൻ്റെ
എൻജോയ് ചെയ്ത് മേളിലോട്ട് പോട്ടെ. അടിപൊളി. അതിൽ കൂടുതൽ എന്താ ഇവിടെ ഈ ക്രിസ്മസിന്? അതെ, ആ ഒരു കച്ചവടം, അമ്മയുടെ കച്ചവടം പോട്ടെ, അതോടൊപ്പം നമ്മുടെ അനുഗ്രഹം വാങ്ങിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കച്ചവടം ഒരു ഭാഗത്ത് പൊടിപിടിക്കുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് രസകരമായ ഒരു സംഭാഷണമായി മാറി. കാരണം ഇങ്ങനെ ഒരു പ്രത്യേക ദിവസങ്ങളുടെ തലേന്നൊക്കെ ഇത്രയും തിരക്കുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത്രയും രസമായിട്ട് വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥയോടെ സംസാരിക്കുന്ന 2-3 പേരെ കണ്ട ഒരു, എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഒരു അത്ഭുത കാഴ്ചയാണെന്ന് തോന്നുന്നു എല്ലാവരുടെ. തീർച്ചയായിട്ടും മനുഷ്യന്മാരെല്ലാം നന്മയുള്ളവരല്ലേ? ചേട്ടാ എങ്ങനെയുണ്ട് ഈ നക്ഷത്രമൊക്കെ പോയിട്ട്? നക്ഷത്രം പോയി, കുറച്ച് ബാക്കിയുള്ളതും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞു. എന്നാലും മര്യാദയുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ പോണാനും ക്ലോസ് ചെയ്തു. ഇനി കുറച്ച് ഐറ്റംസ് കൂടി ഉള്ളത് വീട്ടിലേക്കും കൊണ്ടുപോകുന്നില്ലേ? വീട്ടിലേക്കൊക്കെ ആദ്യം കൊണ്ടുപോയി, കഴിഞ്ഞ ആഴ്ച തന്നെ കൊണ്ടുപോയി. ഇനിയിപ്പോ കുറച്ചുള്ളതും കൂടി ഉണ്ട്, അത് സെയിൽ ചെയ്ത് എല്ലാം സെറ്റാ. ഇനി പോയാൽ മതി. ഇനി പോയാൽ മതി. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഇത് കൂടി കുറ്റി കഴിഞ്ഞാൽ പോകും. ഹാപ്പിയാണ് ഈ വർഷം? പിന്നെ 2 വർഷം പൊളിയായിട്ട് സ്വീകരിക്കും. പിന്നെ അടിപൊളിയായിട്ട് നടക്കും. ഇനി നാട് തൃശ്ശൂര്. തൃശ്ശൂർ ഭാഷയിലൊരു ക്രിസ്മസ് ആശംസ. എല്ലാവർക്കും അടിപൊളി ക്രിസ്മസ് ഏട്ടാ, പൊള്ളിക്ക് കെട്ടികളെ പൊള്ളി. അപ്പൊ തൃശ്ശൂർക്കാരൻ്റെ ക്രിസ്മസ് ആശംസ നമ്മൾ കേട്ടു. മറ്റേ അമ്മച്ചി കൊച്ചിക്കാരിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരുടെ ആശംസകളും കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ നമ്മളൊന്നും വാങ്ങുന്നില്ല, പക്ഷേ അവരുടെ ആശംസ കേൾക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം.